ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് എത്തിക്കുന്നത് തങ്ങൾപ്പാറ. അപ്പൊ ഏകദേശം ഒരു 35-37 കുട്ടികളുണ്ട് ഉസ്താദിന്റെ കൂടെ എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ആ പാറന്റെ ഏറ്റവും മുകളിലേക്ക് കയറണം. അപ്പൊ ഇൻഷാല്ലാ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിൽ കാണാം. ഓക്കെ, ഹലോ ഗൈസ്, ഇന്ന് നമ്മള് മൂന്നാർ പോവാൻ തങ്ങൾപ്പാറ. ആരേറ്റാന്ന് വെച്ചാല് നമ്മളെ ഉസ്താദും നമ്മുടെ ദർശന്റെ വിദ്യാർത്ഥികളും എല്ലാവരും കൂടെ നമ്മളെ വണ്ടിയത് വരുന്നു. ട്രിപ്പ് മൂഡ് ഇൻഷാല്ലാ. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വ്ളോഗ് ഉണ്ടാവും, എല്ലാരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. മറ്റോന് ബിഗ് ബി ഏയ് അണ്ണാ 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 എങ്ങോട്ട് പോകുന്നു അണ്ണാ? ഊട്ടി പോകുമാ? വെറൈറ്റി കോസ്റ്റ്യൂമായി ഗൾഫരൻ സഫാൻ. ബസ് പോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോവാനുള്ള വണ്ടി. വണ്ടി കാണുമ്പോൾ ഒരു +2 ട്രിപ്പ് ഓർമ്മ വരുന്നുണ്ട്. നമ്മളെ നാഷിദ് എത്തിയിട്ടുണ്ട്, ഷെഫിൻ എത്തിയിട്ടുണ്ട്, എന്റെ പൊന്നാരാനിയൻ അതിനാൻ എത്തിയിട്ടുണ്ട്, ഇതിലൊക്കെ ഇങ്ങനെ അനുസരിച്ചിട്ടുണ്ട്. ചെക്കന്മാരൊക്കെ വന്നോണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ബിലാൽ, നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന കാരണവർ ബിലാൽ. എന്താ ബിലാൽ പറയാനുള്ളത്? ആകെ മൂട്ടില്ലല്ലോ. 2 സ്റ്റെപ്പ് ഇടുന്നല്ല ബിലാൽ. കുട്ടികളായിട്ട് എല്ലാവരും കൂടുള്ളൊരു ജിയാറത്താണല്ലേ. എത്ര ആള് ബസ്സാണിത്? 49? നമ്മള് 35 ആളായിട്ട് പോകുന്നു. ലാവിഷാട്ടാ. ഇതാണ് ഞങ്ങളുടെ പള്ളി. സുബ്ഹാനല്ലാഹ്, ദർസിലെ ട്രിപ്പിന് വരുന്ന കോലാണ് കേട്ടാ. അന്തം കമ്പി മുർശി, കോയിക്കാരൻ മുർശിയേ. ജിയാറത്താണ്. മുർശി എന്താ പറയാനുള്ള ഇന്നത്തെ ജിയാറത്തിനെ പറ്റിയിട്ട്? ജിയാറത്ത് പോകുന്നു. പറമ്പ് എത്തിക്കണേ. ഒരു സർപ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഷബീബിനോട് പറയുക. ഷബീബ് അത് ആരോടും പറയാതെ കാത്തു സൂക്ഷിക്കും. അങ്ങനെ ഷബീബ് നമ്മുടെ ട്രിപ്പിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. വെൽക്കം ഷബീബ് ഫോർ അവർ വാഗമൺ ട്രിപ്പ് തങ്ങൾപ്പാറ സിയാറത്ത്. തിന്നാൻ കൊടുന്നവരൊക്കെ എടുത്ത് കേട്ടാ. പ്ലാസ്റ്റിക് നമ്മളെ മുക്രിസ്താദ് കുട്ടികളെ സന്ദർശിക്കാൻ വന്നേക്കണേ. ചെങ്ങായി ഇങ്ങക്ക് ഉറക്കൊന്നുമില്ലേ? കാണാൻ വന്ന എല്ലാരും പാവാണ്. നല്ല സങ്കടം ഉണ്ടല്ലോ ഞങ്ങളെ കൂടെ വരാൻ. പോലെ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم الرحيم سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا له لمنقلبون حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. പിന്നെ പൈസ പിരിവ് എടുക്കണ്ടേ? പിരിവ് കമ്മിറ്റി നല്ല എല്ലാരും നാഫിനെ വിശ്വസിച്ചിട്ട് വളരെ സമാധാനത്തിൽ കിടന്നുറങ്ങേണ്ടതാണ്. സുന്ദരമായിട്ട് കിടന്നുറങ്ങിക്കോ.
വിശ്വാസമില്ലേ? മാറ്റി വെച്ചിട്ട് അതുകൊണ്ട് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് കുറച്ച് സംസാരിച്ചിട്ടൊക്കെ പിന്നെ കുറച്ചുകൂടി ഒന്ന് ഉറങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സുബഹിക്ക് നേരത്തെ എണീച്ച് സുബഹിക്ക് നിസ്കരിച്ചിട്ടുള്ള നല്ലൊരു ഇൻഷാ അല്ലാഹ് നമുക്ക് സഹകരിച്ചിരിക്കുന്നു ഡാൻസിംഗ് ലൈറ്റ്. Give me the mic. പിന്നെ നമ്മള് എന്താണ് പൂർവ്വ വിദ്യാർത്ഥി ദർസിൽ ഉണ്ടായിരുന്ന നമ്മളെ പ്രിയപ്പെട്ട അനിയന്മാരും ഏട്ടന്മാരൊക്കെ കൂടിയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് യാത്ര എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മള് ഫോണും ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്ന് കളിക്കുന്നതാണ്. യാത്രയിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരു എന്താ പറയുക നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാൻ യാത്രക്ക് സാധിക്കും. കാര്യത്തിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ദീൻ ഇസ്ലാമിന്റെ പേരിൽ സഹിച്ച് ക്ഷമിച്ച് നമ്മളെ യാത്ര ഏറ്റവും ഭംഗിയാക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോ എന്താണ് ഒരു ഓക്കെ ഒന്നും ആരും പറയുന്നില്ലല്ലോ, ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്താ നാഫിക്ക് ഞാന് ഫസ്റ്റ് പാട്ട് സൊപ്പാൻ തുടങ്ങണം. എന്ത് സപ്പോർട്ട് ഞങ്ങൾ ചെയ്യും. ഒരു ട്രിപ്പ് പോയിക്കണം അല്ലെങ്കിൽ സിയാറത്ത് പോയിക്കണം. അപ്പൊ എല്ലാരും കൂടെ ഉള്ള ഒരു സിയാറത്താണിത്. മാഷാ അല്ലാഹ് ഈ ഒരു സിയാറത്ത് ഏറ്റവും ഭംഗിയായ രീതിയിൽ പോയി വരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകണം. അപ്പോൾ ഇങ്ങനെ ഒരു സിയാറത്തോട് നമ്മൾ ഉദ്ദേശിക്കണം എന്താ വെച്ചാല്, ഇപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ നമ്മളുമായി അത്ര വലിയ ബോണ്ടൊന്നുമില്ല എല്ലാവരായിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു സിയാറത്താവുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവണം. അങ്ങനെ ബോണ്ട് ഉണ്ടാവണമെങ്കിൽ ബസ്സിൽ കയറി കിടന്നുറങ്ങിയാൽ ബോണ്ട് ഉണ്ടാവില്ല. പരസ്പരം ഒന്നും സംസാരിച്ചില്ലെങ്കിൽ ബോണ്ട് ഉണ്ടാവില്ല. മനസ്സിലായോ? എല്ലാ കാര്യത്തിലും എല്ലാവരും ഇന്ററാക്ട് ചെയ്തിട്ട് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് ഈ സിയാറത്ത് വിജയിപ്പിക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ചിലപ്പോൾ പാട്ട് പാടേണ്ടി വരും, ചിലപ്പോൾ പ്രസംഗം പറയേണ്ടി വരും, ചിലപ്പോൾ അവരെ കളിയാക്കേണ്ടി വരും. അതിനൊക്കെ എല്ലാവരും ഉഷാറാവും. അപ്പോൾ ഒന്നും മടിക്കണ്ട. ഇവിടെ ആരും കാണാനൊന്നുമില്ല, നാട്ടുകാരൊന്നുമില്ല. ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക, പറ്റണമാതിരി എൻജോയ് ചെയ്യുക. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യമായി പാട്ട് പാടാൻ അന്തംഗമൈ സഫ്വാനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂടുതൽ ഡിമാൻഡ് ഇടല്ലേ? പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ, പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, പൈസ പോലെ വേറൊരു കൂട്ടുണ്ടോ, ചെക്ക് ഉമ്മാന്റെ കാലടി പാട്ടിലാണ് സുവർഗം. മുത്ത് മുഹമ്മദൻ പൂമൊഴിയുള്ളിലുറച്ചോളേ. പകലിൽ നിശാനി ആലം പരിപാലക സഹായം മഖ്ലൂഖ് ജിൻസാനാം മലക്ക് സമാനൂനാം പകലും വാഴുന്നോനാം പകലിൽ നിശാനി ആലം പരിപാലക സഹായം. പേര് പറയും. അടുത്തതായിട്ട് പാടുന്നൊരു പേര് പറയാം. ഓക്കെ. ൂറ്റക്കുറൈശയിൽ പിറൈന്തവർ ഹാഷിമിൽ ശുഹ്റായ മഹമൂദർ വരുന്നുണ്ടല്ലോ. ോഹാശോക്കോടെ പുതുമാരൻ ചമഞ്ഞുവല്ലോ. നമ്മള് പുതിയങ്ങാടി മക്കാമിലെത്തി. നമ്മളിപ്പോ പുതിയങ്ങാടി യൗതങ്ങൾ പാപ്പാന്റെ സിയാറത്തൊന്ന് ചെയ്തിട്ട് ഇവിടുന്ന് പോവും. മാർഗമായിട്ട് അള്ളാഹു നമ്മൾ ഓതിയ ഫാത്തിഹ ഈ മഹാന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു കബൂലാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. فضل صلى الله على محمد. ജെമിക്ക് എല്ലാവർക്കും അറിയാം. ജെമിക്ക് പാടും. ചെറുതടിയാണേ
നബി തങ്ങളെ പൂങ്കുടിലാണ്. ആവേശമാനതല്ലും സുദിനമല്ലോ ഫാത്തിമത്ത് സുഹ്റാന്റെ സുമംഗല്യ സുദിനം വന്നടഞ്ഞല്ലോ. ഫാത്തിമുൻ നബിയാരേ പ്രിയമകൾ കാനന്ദം നിറഞ്ഞല്ലോ. തൊല ബദ്രൻ കാമില ത്വബ അസ്ലൻ നാലിയ عليه دوما صلاة الله نسلم لرسول الله. عليه دوما صلاة الله نسلم لرسول الله. مرحبا اهلا وسهلا ولوفا مرحبا اهلا وسهلا ولوفا يا حبيبي يا حبيبي. അടുത്തതായി ഗ്രൂപ്പ് സോങ് ആണ് മാഷപ്പ്. എല്ലാരും എന്താ ചെയ്യാ, ഗ്രൂപ്പ് നോക്കിയിട്ട് ലിറിക്സ് നോക്കിയിട്ട് ഇങ്ങനെ ഏറ്റു പാടുക. ഓക്കെ, സ്പാർക്കിൽ ഉണ്ടാവും കേട്ടാ, നമ്മളെ സ്പാർക്കിന്റെ ഗ്രൂപ്പിൽ ഉണ്ടാവും ലിറിക്സ്. ഓക്കെ, വണിടുന്ന കാലഘട്ടം വീരമുള്ള മനുഷ്യത്വം വേറൊരുത്ത സമയത്തിൽ എത്തി മരുഭൂമി മക്ക റസൂലേ എന്നും ആദിചോദി പൂരണമിത്തൊളി യാ റസൂലേ. പോലെ വേറൊരു കൂട്ടുണ്ടോ താലോല ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ്. നല്ല യൂസഫ് നബിക്ക് അഴകിന്റെ അഴകാൻ ഒളിവായി നിറവായേ ആരംഭ സൗജത്തെ ചന്ദ്രൻ തോൽക്കുന്ന ചന്തം സ്വീകരിച്ചൂടെ കാത്തുകിടക്കാനായി മോഹങ്ങൾ മോഹങ്ങൾ മാമോദം പൊട്ടിയോരോളട്ടെ കുറിയ വാക്കിനെ കേട്ട് വെള്ളിപ്പഴകിട ജനക ഗാതിമികളും കൊണ്ടാനേ അല്ലാ ചാടി തമ്പീസ് വതിൽ മാറടാ വള്ളമാരടാ അംബർ ഷഫിയുള്ള കാവൽ വച്ചുള്ള നാമം മണ്ണകം പോകിയാലും കേട്ടിടും നാമം മണ്ണിലും വിണ്ണിലാകെ ശോഭിത നാമം മുഹമ്മദൻ മുഹമ്മദൻ മുഹമ്മദ് മുഹമ്മദൻ മുഹമ്മദൻ മുഹമ്മദ് ولباري لك فيه يا سيد رباني إنساني سيف الله والله مكان ونبابي كله يا نبي حبيبي كله قيل ني പാട്ട് പാടിയതെന്റെ ഹബീബിനുറക്കാലോ ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഭാവ തേരിന്റെ ദീപം ജ്വലിച്ചവരിൽ മറന്നു പോയോ സ്നേഹിലാവും മാഞ്ഞു പോയോ വിളിക്കൂതിൽ നബിയാരെന്നറിയോ സ്നേഹിത സ്വഭാവത്തിൻ ചരിതം കേട്ടോ إن الله وملائكته يصلون على النبي يا أنت نور فوق نور أنت إكسير عالي أنت مصباح الصدور رسول الله يا رسول الله
والملا صلوا عليك يا حبيب الله. പിന്നെ എല്ലാവരും ഉറങ്ങണതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ സമയം 2 മണിയായിരിക്കുന്നു അല്ലേ? അപ്പോൾ 5 മണിക്കാണ് സുബഹി ബാങ്ക് കൊടുക്കുക. അപ്പോൾ ഏകദേശം 3, 4, 5 ഒരു 3 മണിക്കൂർ മാത്രമേ ഉള്ളത്. രാവിലെ സുബഹിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും? സിയാറത്ത് ചെയ്യാൻ പോയും പിന്നെ ഉറങ്ങാൻ നമുക്ക് പറ്റൂല. അപ്പോൾ ഈ ക്ഷീണം കൊണ്ട് എന്ത് ചെയ്യുക? നാളത്തെ ഒരു ദിവസം കളയാൻ പാടില്ല. അപ്പോൾ കുറച്ചൊന്ന് എല്ലാവരും ഉറങ്ങുക. ഒരു 3 സ്ഥലത്തൊക്കെ ചെല്ലിയിട്ട് ഒന്ന് ഉഷാറിൽ ഉസ്താദിന് ഭയങ്കര സന്തോഷമായി. നമ്മളിപ്പോൾ അസറക്കൊക്കെ ചെല്ലിയപ്പോൾ മൗലായൊക്കെ ചെല്ലിയപ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ മാക്സിമം എല്ലാവരും പെട്ടെന്ന് ഇപ്പോൾ ഫോൺ എടുക്കരുതിട്ടാ. എല്ലാവരും ഒരു 3 മണിക്കൂറെങ്കിലും മാക്സിമം ഉറങ്ങുക. അതിനുശേഷം പിന്നെ സുബഹിക്ക് ശേഷം പിന്നെ ഉറങ്ങാൻ പറ്റൂല. ഓക്കെ ഇൻഷാ അല്ലാഹ്. മക്കളെ എല്ലാവരും നോക്കുക. 4:45 വാങ്ങിപ്പോ വിളിക്കും. ഒരു 1/4 മണിക്കൂറുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പള്ളിയുണ്ട്, തൊട്ടടുത്ത് പള്ളിയുണ്ട്. അവിടെ പോയിട്ട് ഉദു കൊടുത്ത് കഴിയുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് വാങ്ങിട്ട് ടൈം പെട്ടെന്ന് എന്താ ഉദു കൊടുക്കും ചെയ്യാം. സമയം കിട്ടുന്നവർക്ക് പെട്ടെന്ന് തഹജ്ജുദ് നിസ്കരിക്കാനൊക്കെ സമയമുണ്ട്. അങ്ങനെ സുബഹി നിസ്കരിച്ചിട്ട് പെട്ടെന്ന് എന്താ ചെയ്യുക? തിരിച്ചിട്ട് വരാം. നേരെ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാൻ കയറിയേട്ടാ. തഹജ്ജുദ് നിസ്കാരവും പിന്നെ ബാങ്ക് കഴിഞ്ഞാൽ സുബഹി നിസ്കരിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ ലൊക്കേഷനിലേക്ക് നേരെ. ഇതാണ് മറ്റേ സഫാനും മറ്റേ ഷൈമിക്കും. സുബഹിസ്കരിക്കാൻ കഴിയാതെ ഞങ്ങൾ പോവുകയാണ്. കുറച്ച് പള്ളിയുണ്ടാവും. പിന്നെ തഹജ്ജുദ് നിസ്കരിച്ചു, സുബഹിൻ്റെ സുന്നത്ത് നിസ്കരിച്ചു ഇറങ്ങി. ഇനി അടുത്ത പള്ളിയിൽ നിന്ന് സുബഹിസ്കരിച്ചു പോകും. കാരണം സുബഹി നിസ്കാരത്തിന് 1/2 മണിക്കൂർ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ലാഗാക്കുന്നില്ല. അതിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു. മുസ്തഫ നബി തങ്ങൾ പറയാണ്, എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ളത്. എനിക്കിത് ഇവിടെയുള്ള ദുനിയാവിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഞാൻ ആവുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിൻ്റെ മുന്നിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയത്ത് സുബഹിൻ്റെ ആ സമയത്ത് ആ സുബഹി നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പോൾ അത് നമുക്ക് നിസ്കരിക്കാൻ അള്ളാഹു എന്തെന്നോ തൗഫീഖ് വന്നു. അള്ളാഹുവിന് തൗഫീഖ് അള്ളാഹു നിലനിർത്തുക അനുഗ്രഹിക്കപ്പെട്ടു. അല്ല അതിൻ്റെ പേരിൽ എന്താ അൽഹംദുലില്ലാഹ് നമ്മൾ പറഞ്ഞ ഇനി സുബഹി ജമാഅത്തായി നിസ്കരിക്കണം. നമുക്ക് സുബഹി ഇപ്പോൾ അവിടുന്ന് നമ്മൾ നിസ്കരിക്കാൻ സുബഹിസ്കരിക്കാൻ ഇറങ്ങിയതിൻ്റെ ഒരു കാരണം ജമാഅത്ത് അവിടുന്ന് കിട്ടൂല എന്നുള്ളതാണ്. കാരണം അവിടെ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് സമയം പോകും. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഒരു നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഒരുപാട് സമയം ഏകദേശം ഒരു 6 മണിയോളം ഇത്ര ടൈം ആവും. അപ്പോൾ നമുക്ക് കുറച്ചു നാൾ യാത്ര പോയി കഴിഞ്ഞാൽ ഒരു പള്ളി അവിടെ ഉണ്ടെന്ന് ഒരു ചാരി കിടന്നുള്ളൂ. പക്ഷേ ഇത് പറഞ്ഞത് നേരെ ഇരുന്നൊരു ഉഷാറായിട്ട് സൂറത്തുൽ മുൽക്ക് ഓതണം. സൂറത്തുൽ മുൽക്ക് ഷാനിലോ നല്ല ഉഷാറായിട്ട് ഓതി തരും. അത് കേട്ടിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഓതാം. അപ്പം ഇന്നത്തെ തുടക്കം നല്ലൊരു തുടക്കം. രാത്രി നല്ല കുറേ ഉറങ്ങി ഇവിടെ കുറേ ബൈത്തുകൾ ചൊല്ലി പാട്ടുകൾ പാടിയൊക്കെ കഴിഞ്ഞു. പക്ഷേ റബ്ബ് നമ്മളെ ഏടുകളിൽ രേഖപ്പെടുത്തി വെക്കുക. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت بحمده سبحان الله العظيم وبحمده أستغفر الله. സുബഹിസ്കരിക്കാൻ പോകട്ടാ. ഇതാണ് എൻ്റെ അനുവിൻ്റെ ടീം കേട്ടാ. ഇവരാണ് ക്യാപ്റ്റൻ. എന്നോട് ക്യാപ്റ്റൻ ബൈക്ക് റൈഡർ ബൈക്കിന്റെ
ചായണോ? ചായണോ? കുടിച്ചടാ. വാഗമൺ ചുരം കയറുന്നു. അവർക്ക് 1000 എന്താണ് ഫാസിലും സഫ്വാനും നമ്മളെ കടകളൊക്കെ ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സമ്മതല്ലേ? ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഒരു ദിവസം സ്റ്റാൻഡ് റിസോർട്ട് നമ്മളിന്ന് വൈബാക്കും. രക്ഷയില്ല. എല്ലാവരും സൈഡിൽ നോക്കിപ്പോയിട്ടാ. ബ്ലോക്കല്ല, ഓരോ കയറ്റം കയറി വരാൻ ഓടുമ്പോൾ ധൈര്യമുള്ളവര് മുന്നോട്ട് വരണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അറിയിക്കും. നാട്ടുകാരെയും കൂട്ടുകാരെയും പറ്റിച്ച് ജീവിക്കുന്ന സാമോൻ, കുട്ടി സാമോൻ. ഒരു സന്തോഷ അറിയിപ്പുണ്ട്. ഭക്ഷണശാല കണ്ടെത്തിയിരിക്കുന്നു. കപ്പ എന്തേലും ഉണ്ടായാൽ മതി. ഇവിടെ ഒന്നുമില്ല. നമുക്കൊന്ന് ഇറങ്ങി ഗായ്സ്, അപ്പൊ നമ്മള് ലൊക്കേഷനിൽ എത്തിയിട്ടില്ല. ബട്ട് ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോ നിർത്തിയതാണ്. പക്ഷേ തളർന്ന ഒരു ശുദ്ധവായു തന്നെ വേറെ സർപ്രൈസ് പറഞ്ഞിട്ടേ ഫുഡ് ഇല്ല. ഇനി ഉച്ചക്കാണ് ഫുഡ്. ആദ്യമായിട്ടൊന്നും കാര്യമില്ല. ഫുഡില്ല. കുട്ടികൾ കട്ടറ ഇതിന്റെ ചീറ്റിന് വിതരണം ചെയ്യുന്നു. ആ പാവം കുട്ടി ഒറ്റക്ക് തിന്നെടുത്താണ് വാരി കൊടുത്തു. എന്താ പോത്തുപോലെ എന്തൊരു പാടി. ഹോട്ടല് മക്കളെ ചായണോ? ഉണ്ടല്ലോ, രണ്ട് ചായ ഒന്നുമില്ല. ദിസ് ഈസ് അവർ ഹോട്ടൽ അൽ സഫ. സഫ എവിടെ? ബെസ്റ്റ് എവിടെ? എല്ലായിടത്തും സഫ. അപ്പം, ഇടിയപ്പം, പൊറോട്ട, കറിയാ മുട്ടക്കടല. ഓക്കെ മക്കളെ ഇരിക്കും. വിശക്കണവരൊക്കെ മക്കളെ ഇന്ന് തിന്നവനെ കൊച്ചു. ലുക്കുകളെ എന്താ വേണ്ടി? ലുക്കുകളെ എന്താ വേണ്ടി? പൊറോട്ട, മുട്ടക്കറി. പൊറോട്ട, മുട്ടക്കറി. ആവശ്യത്തിന് കൂടുതലും മേടിച്ചോളി. തിന്നാ മതി. ബീഫൊന്നുമില്ല. ഇടിയപ്പം എന്ന് പറഞ്ഞാൽ നൂൽപൊട്ട്. അങ്ങനൊക്കെ പറയും. പിന്നെ കമ്മിറ്റിക്കാരങ്ങനൊക്കെ പറയും. കൊണ്ട് കളിക്കുന്നു ഫാസിൽ. മുട ഫാസിൽ. ദേശീയ ഭക്ഷണം പൊറോട്ട. ഫാസിലെ ഒന്നിട് ഫാസിലേ. ഒരു പൊറോട്ട ഞാനല്ലേ കക്കൂസ് വെച്ചാണ് മന്ദ. എന്താ വേണ്ടി? നമുക്ക് കൂടിയില്ല ഒന്നുമില്ല. ചൗര്യ തിന്നെല്ലാരും നടക്കുന്നു.
പൊറോട്ട അപ്പം പൊറോട്ട എത്ര പലരും ഡ്രസ്സ് മാറ്റുന്ന തിരക്കിലാണ്. ഞാൻ ചെയ്തത് ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഉള്ളവരൊക്കെ മാറ്റിക്കോളി. സ്ഥലം എത്താറായി. രാജി പൊളിച്ചിട്ട രാജി അങ്ങോട്ട് തിരിക്കും. നമുക്ക് ആ ഡ്രസ് നോക്കട്ടെ. നമ്മളെ കയ്യിലുള്ള കാക്കി കുപ്പായിട്ടിട്ട് കതറാന്ന് പറഞ്ഞ് ആളെ കവിളിക്കുന്നു. നോം കുളിച്ചിരിക്കുന്നു, പക്ഷെ തോർത്തണം. അതല്ല എന്താന്നറിയോ, നമ്മളെ കെട്ടി കൊടുക്കുന്നു. അഫ്ല് ദാരിമി കെട്ടി കൊടുക്കുന്നു. ബോഡി ഗാർഡ്സ് ആ ചെക്കനെ കണ്ടു വിടുവോ? ആ മുർശീനെ കൂട്ടം തെറ്റിയിട്ട് പാറന്റെ അരികിലേക്കൊന്നും പോവണ്ട. ബാക്കിൽ കേൾക്കുന്നുണ്ടാ? ഹലോ അല്ല ഉസ്താദ് ദിൽഷാദ് ആസ്വദിച്ചു പോകുന്നു നിഹാൽ. എന്നാലേ സൽമാൻ കാക്ക പോവാ. അപ്പൊ അതിനൊന്നും തിന്നൂലാന്ന്. هذا وما كنا له مقرنين سبحان الله الحمد لله الله أكبر എന്നുള്ള ദിക്റുകൾ ചൊല്ലാം. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ ഒരു വലിയന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മലന്റെ മുകളിൽ, എത്രയോ ഉയർച്ചയുള്ള മലന്റെ മുകളിൽ വന്നിട്ട് ഭാഗത്തെടുത്തിട്ട് അവിടെ ജീവിച്ച് അങ്ങനെ വഫാത്തായ ഒരു മഹാന്റെ അരികിലേക്കാണ് പോകുന്നത്. അപ്പൊ അള്ളാഹുവിലേക്ക് അത്രത്തോളം അടുത്തിട്ടുള്ള വലിയൊരു മഹാന്റെ അരികിലേക്കാണ്, അള്ളാഹു പൊരുത്തപ്പെട്ട, അള്ളാഹു സ്നേഹിച്ച ഒരു വലിയ മഹാന്റെ അരികിലേക്ക് പോകുമ്പോൾ ആ ഒരു അതബോടുകൂടിയും ചിട്ടയോടുകൂടിയും നമ്മൾ അവിടെ പോയാൽ അൽഹംദുലില്ലാ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലൊക്കെ വിജയിക്കാനുള്ള വലിയൊരു കാരണമായിട്ട് നമ്മുടെ യാത്ര നമ്മിലൊന്ന് സ്വീകരിക്കുമെന്നത് ഉറപ്പാണ്. അപ്പൊ അൽഹംദുലില്ലാ നമ്മുടെ ലക്ഷ്യം, ഇപ്പൊ യാത്ര നമ്മളവിടെ വരുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തങ്ങൾ പറമക്കാമ അല്ലെ. അപ്പൊ ആ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ മഹാന്റെ ഹദറത്തിലേക്കാണ് നമ്മൾ ഇനി ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് നമ്മൾ പോകുന്നത്. അള്ളാഹു ആ മഹാന്റെ പൊരുത്തം നേടിയെടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മലകൾ ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മളിപ്പോ തന്നെ ആ ഒരു പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ട് പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ ഏതോ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം അവിടെ ഒറ്റയ്ക്ക് വന്ന് ഇബാദത്തൊക്കെ എടുത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സംഭവമാണ്. അപ്പൊ അവരൊക്കെ ജീവിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചിട്ട് അങ്ങനെ ജീവിച്ച ആളുകളാണ്. അപ്പൊ അവരായിരിക്കും നമ്മൾ എത്രത്തോളം ആദരവോടുകൂടി നമുക്ക് പോകാൻ കഴിയുമോ അത് അത്രത്തോളം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെല്ലാം സ്വീകരിക്കട്ടെ. ഇതാണ് തങ്ങൾ പാറ മക്കാമത്. അവിടെ എത്ര ദിവസം നമ്മള് അവിടെ എത്തണോ? ആ ലാസ്റ്റിക്ക് എത്തണം. കാല് ബസ് കയ്യെത്തി ഇറന്നാ മതി. ഇറങ്ങിക്കൂടി നിക്കളെ എടാ സ്പീഡാക്ക. അപ്പൊ മക്കളെ നമ്മള് തങ്ങൾപ്പാറ എത്തി. എന്താ മുറിച്ച അസർപലി അസർപലി മണി തങ്ങള് അത് പാറ. അപ്പൊ തങ്ങൾപ്പാറ എന്താണ്ടാ അങ്ങനെ പറയാൻ പാടില്ല. തങ്ങന്മാർക്കൊക്കെ ഒരു വില ഉണ്ട്. അങ്ങനെ പാറക്കയറ്റി തുടങ്ങി. ഏകദേശം 3 ആൾക്കാരാണ് ഇപ്പൊ ഫ്രണ്ടിലെത്തി. ഞങ്ങൾ ബാക്കിൽ. ആദ്യം ആരും അവിടെ ഓണതൊക്കെ നമ്മളെ കുട്ടികളാട്ടാ. അനുവോ അനുവോ ഷെഫീൻ നാഷിദ്
അവിടെ എത്തുവോ ഷെഫിന് വെള്ളം കുപ്പിയൊക്കെ എടുത്തിട്ടാ വരുന്നേട്ടാ. നോക്കാം നമുക്ക് ആദ്യം ആരാ അവിടെ എത്താൻ നോക്കാം. പറയണ മുറിച്ചാണ് ആദ്യം എത്താണ്. ഇവിടെ ഓടി കളിക്കലൊക്കെ പണ്ടുസേ. ഇപ്പൊ എവിടെ തടി കളക്കണേ? ഇപ്പൊ മുറിച്ച് കോഴി ഇട്ടുമ്പോൾ മാത്രം കൈ കളക്കണേ. മുറിച്ചേ ഫാസിലെ ആദ്യം ആരെത്തും? വലിമുട്ടി അനസിന്റെ കുട്ടി ഒറ്റയടിക്ക് നിർത്താതെ ഓടിക്കഴിഞ്ഞാൽ 200 റുപ്യ കേട്ടാ. 200 ഉറപ്പ്. ആ നിർത്താതെ ഓടണം. ആ സത്യാണ്, നിർത്താതെ ഓടണം. ശരി മുറിച്ചിക്ക് വയ്യാതായി. ആദ്യം കുട്ടിക്ക് വയ്യ. റബ്ബ ചെക്കന്മാരെ അവിടെ എത്തിട്ടാ. മുറിച്ച് ബിലാലിന്റെ നെഞ്ഞിക്കൊരു വേദന. എന്താണ് ബിലാലെ ശരിക്കൂട്? എന്താ ആർക്കാണ് എന്താ നാശിത? എന്താ നാശിത കേറി ചത്തുക്കടി. എന്താണ് നവന്റെ ആരോഗ്യം ഒന്നുമില്ലല്ലോ എനിക്ക്. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ മതി. ഹലോ ഗായ്സ്, ഏകദേശം ഒരു 3/4 ഭാഗം ഞങ്ങൾ ഫിനിഷ് ചെയ്തു. ജസീലെ എങ്ങനെയുണ്ട്? ആരോഗ്യവാൻ ജസീൽ പറയുന്നു. ഇനി അടുത്തത് നമുക്ക് ദുനിയാവിലെ കോഴിക്കടക്കാരനോട് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് മുത്തേ? എക്സൈറ്റ്മെന്റ്. ആ ക്ഷീണണ്ടാ? നോക്ക്, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ അല്ലാ അവിടെ എത്തണോ? 200 200 വെച്ചനോടെ എന്താ മുത്തേ? അല്ലെങ്കിൽ എനിക്കറിയാം ഹുസൈന്റെ മോനക്ക് ആദായിരം ഒന്നും ചെയ്യാന്ന്. രക്ഷപ്പെട്ടേ, ഇത് ലാഭായി. 200 ചാലഞ്ച് 2 ഫെയിൽ ആയിട്ടാ. ഫാസിൽ പറഞ്ഞു പറ്റിച്ച്. അതല്ല കേട്ടോ ഗായ്സ്, അതല്ല, ഇവിടെയാണല്ലോ. ഇവരിങ്ങനെ പാറ കയറിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ വേണ്ടിയില്ലേ ഭക്ഷണത്തിന്? കമ്മി ഫാസിൽ കുഴഞ്ഞിക്കണ് റബ്ബേ. ഫാസിൽ കാക്ക എന്താ പറയാനുള്ളത്? ഒരുപാടുണ്ട് വിചാരിച്ചില്ലേ? ഇത് പെട്ടെന്ന് എത്തി. സിമ്പിൾ. ആരോഗ്യമുള്ള യുവാക്കൾക്ക് ഇത് വളരെ സിമ്പിൾ ആണ് അല്ലേ? ബ്ലാക്ക് പോണ് കാർമേഘത്തിന്റെ സൂക്ഷിച്ച് നോക്കിയാലേ കാണണ മുത്തേ, അതുകൊണ്ടാണ് നമ്മള് സൂക്ഷിക്കണില്ലല്ലോ. അന്തം കമ്മികളായിട്ട് വരിയത് എത്ര നേരായി? നിങ്ങള് വയസ്സന്മാരാണ് അറിയിക്കല്ലേ? സാസം അതാണ് അവിടെ എത്തണട്ടാ. ആ തലക്കെത്തണം. ഉഷാറല്ലേ? പോവല്ലേ?
അതാ ആ മേലുള്ള കണ്ട സാമൊക്കെ പേടിച്ചിട്ടാ. സാഹസികമായ യാത്രയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കല്ലും മുള്ളും താണ്ടിക്കൊണ്ട്. എന്താണ്? അതാണ് ഫാസിൽ കണ്ട നീലിന്റെ മുതിരം. ഞാൻ എഴുതണില്ല. അങ്ങനെ തങ്ങൾപ്പാടം കണ്ടെത്തിയിട്ടുണ്ട്. കാവല് നൽകണം അല്ല. ജീവിതത്തിൽ വന്ന പോരായ്മകളൊക്കെ നീ പരിഹരിക്കണം അല്ല. നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം അല്ല. നിന്റെ റിളക്ക് വേണ്ടി ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണം അല്ല. നാടിനും വിശുദ്ധമായ ദീനിനും റബ്ബ് ഉപകാരമുള്ള ഒരുപാട് നന്മകൾ ചെയ്യാൻ നീ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണം അല്ല. നിന്റെ ദീനിന് നിനക്ക് പൊരുത്തമില്ലാത്ത കാര്യങ്ങളിൽ നിനക്ക് അകന്നു നിൽക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം അല്ല. അറിഞ്ഞും അറിയാതൊക്കെ ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയ ആളുകളാണ്. കൽബ് കറ പിടിച്ചു പോയിട്ടുണ്ട്. റബ്ബേ നീ വെളിച്ചം നൽകണം അല്ലാ. പാപങ്ങളൊക്കെ മഹാന്റെ ബർക്കത്ത് കൊണ്ട് നീ പൊറുക്കണം അല്ലാ. ബാഹുവേ നീ പൊറുക്കണം അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാ. നിന്റെ പൊരുത്തത്തിലായി ജീവിച്ച ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. ഞങ്ങൾക്കുള്ള ഖൈറും സന്തോഷമൊക്കെ നീ നൽകണം അല്ലാ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ ولا حول ولا قوة إلا بالله العلي العظيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد وعلى آله وسلم. മഹാനവറുകൾ ഉപയോഗിച്ച വെള്ളമാണെന്നാണ് പറയുന്നത്. മാഷാ അല്ലാഹ്. ഇതിൻ്റെ താഴ്വരയാണ് കേട്ടത്. എതിക നോക്കണ്ടി. ഹലോ ഞാൻ ആഫിയാണേ. അങ്ങനല്ല ഫനെ. ഹലോ ഞാൻ ആഫിയാണേ. ഗ്യാസ് എന്താ പറയല്ലേ? ഈ ഗ്യാങ്ങിന്റെ പേരെന്താ? ഈ ഗ്യാങ്ങിന്റെ പേരെന്താ? മുർഷിജ് കോഴി എടുത്തിട്ടില്ല. കേറുമ്പത്തെ ചൂടൊക്കെ അങ്ങോട്ട് ഒഴിവായില്ലേ? എല്ലാരും അതും കിട്ടിയാൽ പറ്റും. അപ്പോൾ പിന്നെ ആൾക്കാരിങ്ങനെ വിളിച്ചപ്പോൾ അങ്ങനെ നമുക്ക് പറ്റില്ല ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ വലിയ ബസ് കിട്ടി കഴിഞ്ഞാൽ
എന്താ പറയുക പൈസ കൂടുന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കാരണന്മാർ നമ്മൾ തരാനില്ല എന്ന പോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ അത് അന്തങ്ങാമി കയറി പോന്ന് വീഡിയോ ആണ് അത് വിടുമോ? ഹലോ ഹലോ, നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പൈൻ ഫോറസ്റ്റ്. ഇപ്പൊ എല്ലാവരും ഇറങ്ങി പോവാം. വരി വരി വരി. ക്ഷമയാ, പാട്ട് കേൾക്കുമ്പോ കാല് വറക്കാൻ പാടില്ല. വിദ്യാർത്ഥിനാ നിൽക്കുന്നത്, കാല് വറക്കരുത്. ആടുവോ? ഇതൊരു വല്ലാത്ത പോത്താണ് റബ്ബേ. ഈ പോത്തിന് ആരോഗ്യത്തോടുള്ള ആയുസ് വർദ്ധിപ്പിക്കും. Way to Pine Forest. Guys, അടുത്ത പരിപാടി ഫുഡ് കഴിക്കൽ. എന്ത് ഫുഡാ? അൽ സഫ ഹോട്ടൽ. വീണ്ടും നസീഫിനെ ഞങ്ങൾ അന്തകമ്മി ദിൽഷാദ് എന്ത് ചോറാണ് കഴിക്കണേ? സാദാ ചോറ് വിത്ത് ഞങ്ങളെ സ്പോട്ട്. എന്തും പറയാം, പക്ഷെ വെറുംചോറ് മാത്രമേ തരുള്ളൂ. കമ്മിറ്റി ഒക്കെ വെറുംചോറും ഓംലേറ്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തൊക്കെ വേണ്ടി? മീൻ പൊരിച്ച് കൊടുക്കും. ഉറപ്പാണ്. വേണ്ടിയൊക്കെ തിന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി സെപ്പാൻ വേണ്ടിട്ടല്ലേ? വേണ്ടിയതൊക്കെ കൊടുക്കി. ഓംലെറ്റ് കിട്ടി. കമ്മിറ്റിയൊക്കെ അല്ല, പേഴ്സണൽ. സാമ്പാറ്, വെറുംചോറ്, മുട്ട പൊരിച്ചത്, പപ്പടം, ഉപ്പേരി. ഇനി മുർച്ചിന്റെ മീൻ പൊരിച്ച് എനിക്ക് അറിയാത്ത കേട്ടാ. ദുനിയാവ് സ്പോൺസർ ചെയ്തു. കണ്ണൻ തരുമോ? ഓംലെറ്റ് ചെറുത് അങ്ങനെ ഒഴിച്ചൂടെ? ഓംലെറ്റിന്റെ മേലെ കല്ലിറങ്ങിയിരിക്കുന്നു. ഓംലെറ്റിന്റെ മേലെ കല്ലിറങ്ങി താത്തിക്കണോ പേര്? ഏതാണ് അതെടുത്ത ഓംലെറ്റ് എടുക്കൂലേ? ഞങ്ങളെ ഫുഡേക്കില്ലേ അടുത്ത ല്ലേ? ഞങ്ങള് മേടിച്ച് ഇല്ലാലേ കഴിക്കണില്ല. ചോറില്ല. സഫാന് പ്രാർത്ഥന കിട്ടിയപ്പോ മൂപ്പരും അല്ലല്ല ഇതെടുത്ത മുത്ത ഈ സാധനം പരിപാടി മൊട്ടക്കുന്നേ. അതെന്ത് പരിപാടിയാ? ലാലേട്ടന്റെ നാടൻ തട്ടുകട എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിന് കൊടുത്ത് സെബി പറഞ്ഞാട്ടാ. മൊട്ടക്കുന്നിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഇവിടെ കുട്ടിനെ ഉറക്കുന്നു, കിടത്തുന്നു, ചാരിയിരിക്കുന്നു, തലോടുന്നു അല്ലേ? എന്താ പറയാ? ഓനങ്ങനെ തന്നെ അല്ലേ? എൻഗേജ്മെന്റ് കഴിച്ചപ്പോ ചെക്കൻ കയ്യിന്ന് പോയി. കുന്നിലേക്കുള്ള യാത്ര തുടരുന്നു. ഇതൊരു ദജ്ജാലിട്ടാ. 10,000 മൊത്തം അടിച്ചിട്ട് എന്താണ് ഇപ്പൊ കാട്ടുന്നത്? ടിക്കറ്റ് എടുത്തു. ഹൗ മച്ച് റുപ്പീസ്? 25 ഓൺലി.
അപ്പൊ ഞങ്ങൾ വരി വരി വരിയായി. ഇതാണ് ബോട്ടിങ് കിട്ടാ. ഇത്രയും വലിയ ബോട്ട് ഇവിടെ നോനവിന്റെ കപ്പൽ വരെ ഇറക്കാം. പടിഞ്ഞാറക്കരയുടെ ഫോട്ടോഗ്രാഫർ ഷാമോൻ എടുത്തു കൊടുക്കുന്നു. ആ ഫോട്ടോ പോയി ഇനി കിട്ടൂല. ഇവിടെ കിടന്നിട്ട് ആദ്യം അടിക്കെത്താൻ നോക്കാം. കിടക്ക്. ആ പെണ്ണതാ തൂങ്ങി ചാവണ്. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങൾ കയാക്കിങ്ങിൽ പോവാൻ നിൽക്കുകയാണ് യൂട്യൂബർ നാഫിന്റെ കൂടെ. ഒറ്റമൈൻഡ് ആരല്ലേ? ഒറ്റമൈൻഡ് കയാക്കിങ്ങിൽ പോകാൻ. അപ്പോ നാഫിയും കുട്ടനും കയാക്കിങ് പോകാൻ പോകും കേട്ടാ. അന്തകമ്മി ഫാസിലിന്റെ കൂടെ പാർട്ണർ. ഫാസിൽ റെഡിയായി, ദുബായ്ക്കാരൻ സഫാനും റെഡി, മൊയിലേ റഫ്ല് കറിയില്ലടാ. ചുക്കാൻ കൊടുക്കും കാക്ക. സാമക്ക പോകണ്ട, പോയിട്ട് വരാ. കിട്ടി. അടുത്ത ഞങ്ങൾ കേട്ടാ. ബസ്സിലെ ബാക്കി പോ. ഫ്രണ്ടിന് ഞാൻ മക്കളെ ഞങ്ങൾ പോകുന്നു. മൊട്ടക്കുന്നിന്റെ കായലിൽ പടിഞ്ഞാറക്കരയുടെ സാഗരറാണിയും പൊന്നാണിയുടെ വറക്കും കുതിരയും നേരിടുമ്പോൾ ആര് വിജയിക്കും, ആര് പരാജയപ്പെടുമെന്ന് നോക്കാം. ജയിച്ചിട്ടാ ഞങ്ങൾ ജയിച്ചു. ഇടിപ്പിക്ക് സേമിക്കിടിപ്പിക്കടാ. ആ മാന്തർക്ക് തൊഴിലറിയില്ല. ആയ കാലത്തൊക്കെ വഞ്ചി വരുന്നോ? സേമിക്ക് അതൊക്കെ അറിഞ്ഞു. കറക്കി സേമിക്കിനെ തള്ളിയിട്. വലിക്കടാ. വാസിൽ വഴി തെറ്റി കാട്ടിലേക്ക് കൊണ്ടുവന്നു. പാമ്പുണ്ടാവും മോനെ. മുട്ടി ടൈറ്റാനിക് മുട്ടി. ഡ്രൈവർ പാക്കിംഗ് ഞങ്ങൾ പൂർത്തീകരിക്കാൻ പോകുന്നു. അന്തംഗമ്മികൾ 1, 2, 3 പിന്നെ ഞങ്ങളും. സൈമിക്കിന് മാത്രമാണ് ഇതിൽ ഒന്നും ചെയ്യാൻ അറിയാത്തത്. സൈമിക്ക് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതാ പോണേ കാട്ടിക്ക്. മൂപ്പർക്കൊന്നും അറിയില്ല. പ്രൊഫഷണൽ വലിക്കാർ അങ്ങനെയാണ്. ഇമ്പോർട്ടഡ് ഷർട്ട് ഇത് കയാക്കിങ്ങിൽ സംഭവിച്ചതല്ല. വരുമ്പോ അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ല മാറുമ്പോൾ ഇമ്പോർട്ടിംഗ് ആണെന്ന് തോന്നുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി പള്ളി പോവാ. ലുഹറിനെ നമ്മൾ എന്ത് ചെയ്ത് ജമ്മാക്കി, രണ്ടും കൂടെ അസറിന് എന്താ പറയാനുള്ളത്? മാഷാ അല്ലാഹ്, ഇതുവരെ അൽഹംദുലില്ലാഹ് നല്ല ഉറക്കുറങ്ങി. അത് രണ്ടാമത് ചെയ്ത്.
ഇന്ന് നമ്മൾ ചായ കുടിക്കാനുള്ള സ്ഥലത്തെത്തി. കാപ്പി കമ്പനി. ഐ ലവ് കാപ്പി കമ്പനി. ചായ പറഞ്ഞോ? ഇല്ല, പറയണം. നമ്മൾ ചായ കുടിക്കൂലല്ലോ. എന്താണ് എന്റെ മുത്തിന് പറയാനുള്ളത്? ശരിയാ, നീ കേട്ടത് അല്ല, ഇത് സംസാരിക്കണ ഇവിടെ കേൾക്കണില്ലല്ലോ. ഒരു കടി, 2 കടിന്റെ പവർ ഉണ്ട് ഇതിന്. ഒരു കടി എടുക്കുക. ചായ പോരൂട്ടാ. എനിക്ക് ചിക്കൻ കട്ട്ലേറ്റ് ഒരു സമൂസ ചായ. പോയിട്ട് കാണണോ? സർപ്രൈസ് ബേബി എന്താവണത്? എങ്ങനെയാ ജസ്സിലെ ഒരു പെണ്ണെ കാണാൻ പോവാ? പെട്ടെന്ന് വാ, വിറക്കാതെ കൊണ്ട് വാ. എന്റെ പേര് ജസീല. ഇഷ്ടപ്പെട്ടു. ചായ റെഡി ബോസ്. എന്താ മുറിച്ച് എന്താ പറയല്ലേ? മാതരട്ടെ. എല്ലാരും ചായ കടി നിന്നപ്പോ മൂപ്പര് എല്ലാരും തിന്നപ്പോ മൂപ്പരെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിക്കണ്. എന്റെ കട്ട്ലേറ്റ് റൗണ്ട് അല്ല. ഫണ്ടിനെ പറ്റി 2 വാക്ക് പറയും. ഈ പ്രാവശ്യം ഫണ്ട് ബാക്കിയാക്കും. അത് കമ്മിറ്റിക്ക് സ്പോൺസർ. പിന്നെ വേറൊരു വർത്താനില്ല. എന്താ അടുത്ത വർഷം ഇത് വന്നില്ല. ഞാനും വരും. അങ്ങനെ ഉണ്ടാവും. ഇവിടെ ഈ കമ്മിറ്റി ഇല്ലാതെ ഇവിടെ ഒരാളും പോവില്ല. അത് കാണാം. ഇവിടെ കൊറേ കാലം ഈ കമ്മിറ്റി കിടന്നിട്ട് പൊളക്കണേ, മനസ്സിലായ? SKSF, MSF, സ്പാർക്ക്, അതാ കണ്ടോ വാട്ടർഫാൾ, അത്രേ ഉള്ളൂ. കമ്മിറ്റി കായ് കടത്തിലാക്കും. നടക്കട്ടെ എന്നാലേ. ഹലോ ഗൈസ്, വെൽക്കം ടു മൂന്നാർ. സ്ഥലം എന്താണ്? തൊടുപുഴ. എന്താണ്? കൊടുപ്പുയല്ല, പിന്നെ ഏതാണ് പറയൂ? ബി വെച്ചിട്ട്. അതന്നെ, മനസ്സിലായി. അറിയില്ല. ഇങ്ങനെ ചെക്കന്മാരെ കുളി കഴിഞ്ഞു. അന്ന കമ്മി ബിലാല് വിളിച്ചില്ല? അരമണിക്കൂർ വിളിച്ചില്ല. കുളിക്കാരൊക്കെ കഴിഞ്ഞാ? കുളി കഴിഞ്ഞാ? നിങ്ങൾ വിളിച്ചാ? നമ്മള് കുളിച്ചില്ല. കുളി കഴിഞ്ഞാ? വരി പറന്ന് പറ്റിയത്. നമ്മൾ മൈരൂപ് സംസ്കരിച്ചിട്ട് പോവാൻ നിൽക്കണം നമ്മള്. ഇപ്പം നമ്മൾ മൈരൂപ് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും സുന്നത്ത് നിസ്കരിക്കണം. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് മൈരൂപ് നിസ്കാരത്തിന് ശേഷം ഉസ്താദിൻ്റെ ചെറിയൊരു നിശ്ചയത്തുണ്ടായിരുന്നു. നിശ്ചയത്തിൽ എന്താ പറഞ്ഞു വെച്ചാൽ, ഉസ്താദ് മഗ്‌രിബിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതോടൊപ്പം 2 റക്അത്ത് സലാത്തുൽ അവ്വാബീൻ എന്ന നിസ്കാരത്തിനെ പറ്റി പറഞ്ഞു. ആക്ച്വലി നമ്മൾ ആദ്യമായിട്ടാണ് ആ നിസ്കാരത്തെ പറ്റി കേൾക്കുന്നത്. കുറേ മഹാന്മാരൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. സലാത്തുൽ അവ്വാബീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആ ദിവസത്തെ കുറേ പാപങ്ങൾ, നമ്മുടെ ലൈഫിലുണ്ടാകുന്ന കുറേ പാപങ്ങൾ, എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു. അപ്പം ചുരുങ്ങിയത് 2 റക്അത്ത് നിസ്കാരവും കൂടിയാൽ 6 റക്അത്ത് നിസ്കാരമാണ്. അതിന് വിശദീകരണം ഉസ്താദ് വിശദീകരിച്ചത്. അപ്പോൾ ഇന്ന് ഞാനിവിടുത്തെ പറഞ്ഞത്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വീഡിയോ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, സലാത്തുൽ അവ്വാബീൻ എന്ന നിസ്കാരം ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് സലാത്തുൽ അവ്വാബീനിൽ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂനൊക്കെ ഓതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞങ്ങളെ മഗ്‌രിബും ഇശാഉം നിസ്കാരം കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത പരിപാടി നമ്മൾ ഇവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഇനി രാത്രിക്കത്തെ ഫുഡ് അത് കഴിഞ്ഞാൽ നേരെ വിടും ഇൻഷാ അല്ലാഹ്.
അപ്പൊ നമ്മൾ യാത്ര തിരിക്കുകയാണ് ഗായ്സ്. നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞു. ഇനി രാത്രിക്കത്തെ ഫുഡ് മാത്രം. കൂടെ ഉള്ളവരൊക്കെ ഉണ്ടോ നോക്കാം. ഷെഫീൻ ഉണ്ടോ അവിടെ? എല്ലാവരും ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ ലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ബില്ലാഹിൽ അലിയിൽ അലീം. ഇതൊക്കെ ഇറങ്ങുമ്പോൾ ഈ ആയത്ത് ആരെങ്കിലും ഓതിയാൽ അവന് പ്രത്യേകമായ കാവലുണ്ടാവും. എല്ലാവരും ചൊല്ലുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅക്കും റസൂൽ. ബിസ്മില്ലാ. ചിലരുടെ മുഖത്തൊക്കെ പോയി ബിസ്മി ആ സൂറത്തിൽ ഇല്ലാത്തതുകൊണ്ട് സൂറത്തുൽ ബറാത്തിൽ അല്ലേ, തൗബയിൽ ബറാത്ത് കൊണ്ട് തുടങ്ങണം സൂറത്ത്. അപ്പോൾ തൗബ, സൂറത്ത് തൗബ അതിലെന്തില്ല, ബിസ്മി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള ആയത്ത് ഓതുമ്പോഴും ബിസ്മി ഓതൽ കറാഹത്താണ്. അപ്പോൾ ആയത്ത് ഓതുമ്പോൾ അവത് ഓതിട്ടാണ് ഓതുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അൽഹംദുലില്ലാഹ്. എല്ലാവരും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഉറക്കെ പറഞ്ഞ ഷാദാദ് എല്ലാവരും ഒന്ന് പറഞ്ഞു. അവിടെ ബാക്കിയുള്ള എല്ലാവരും പറയണ നോക്കാം. ആരാ ഇല്ല. നമുക്കിപ്പോൾ ഈ യാത്രയിൽ ഏറ്റവും സന്തോഷം ഉണ്ടായത് ഏതാണ്? നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത് നിസ്കരിക്കുമ്പോൾ കിട്ടിയ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ. നിസ്കരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവണം. കാരണം നമ്മൾ ആരെ ഓർക്കാണ്? അള്ളാഹിനെ ഓർക്കാണ്. കുറച്ച് നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സന്തോഷിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അള്ളാഹിനെ മാത്രം ഓർക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ സന്തോഷം. അതിനേക്കാൾ വലിയ സന്തോഷം ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയുള്ള മറ്റുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചു. ഒരു വലിയ മഹാന്റെ അരികിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ടും നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പൊരുത്തം കിട്ടാൻ വേണ്ടി, പ്രീതി കിട്ടാൻ വേണ്ടിയൊക്കെ അവിടെ നിന്ന് നമ്മൾ ദുആ ചെയ്യാണ്ടായി. അവിടെയൊക്കെ പോയി വലിയ സന്തോഷം ഉണ്ടായില്ലേ? അൽഹംദുലില്ലാഹ്. അള്ളാഹിൻ്റെ പ്രകൃതികൾ നമ്മൾ കണ്ടപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നോ? മലൻ്റെ മുകളിലേക്ക്, കുന്നിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ സന്തോഷം ഉണ്ടായിരുന്നോ? ആന്നോർക്കെ പറഞ്ഞ അൽഹംദുലില്ലാഹ്. അപ്പോൾ ശുക്ർ ചെയ്യണം. ഈ നിഅമത്തുകളൊക്കെ തന്ന റബ്ബിനെ നമ്മൾ ധാരാളം ശുക്ർ ചെയ്യണം. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ ധാരാളം പറയണം. ഒന്നുകൂടെ പറഞ്ഞേക്കാം, അൽഹംദുലില്ലാഹ്. ഇത് നമ്മൾ സലാത്തുൽ അവ്വാബി നിസ്കരിച്ചില്ലേ? അതിലെ ഓരോ നുരകളെക്കാളും പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ പാപങ്ങൾ മായ്ച്ചു കളയാൻ മാത്രം വലിയ മഹത്തുള്ള നിസ്കാരമാണ് സലാത്തുൽ അവ്വാബിൻ. പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 2 റക്അത്ത് ചുരുങ്ങിയെങ്കിൽ 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ നമുക്ക് സാധിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലേ, ശ്രമിച്ചാൽ എടുക്കൂലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻഷാ അല്ലാഹ് സുന്നത്താണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. തെറ്റുകളൊക്കെ ഇങ്ങനെ മായ്ച്ചു കളഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടൽ എന്തായിരിക്കും? പിന്നെ നന്മകൾ ഇങ്ങനെ ധാരാളം ചെയ്യാനുള്ള വല്ലാത്ത പ്രോത്സാഹനം ഉണ്ടാവും. നന്മകൾ ചെയ്യാൻ പ്രോത്സാഹനത്തിന് പറ്റുന്ന ഒരു കാരണങ്ങൾ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ, ഒരു നന്മ നമുക്ക് ചെയ്യണം. അതിന് എന്താ ചെയ്യേണ്ടത്? തിന്മ വായിച്ചളയണം അല്ലേ? തിന്മ വായിച്ചളയാൻ പറ്റുന്ന കാര്യമായിരിക്കണം, നന്മ ചെയ്യാനുള്ള പ്രോത്സാഹനമായിരിക്കണം. അതിന് പറ്റിയൊരു കാര്യം എന്താണ്? കൂടുതൽ നന്മ ചെയ്യാം, ആത്മാർത്ഥത്തോടെ. പിന്നെ ഇവിടെ നിസ്കരിക്കാം. അവന് സുബഹി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. റസൂലുള്ളാഹിക്ക് മുതൽ സ്റ്റാർട്ട് തുടങ്ങിയത് നമുക്ക് സുബഹി മുതൽ തുടങ്ങി. പിന്നെ ആത്മാർത്ഥത്തോട് ചെയ്യാം അല്ലേ? ഇഖ്ലാസോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ കള്ളാക്കാതെ നിസ്കരിക്കാം. അൽഹംദുലില്ലാഹ്. പിന്നെ ബാക്കിയെന്ന് പറഞ്ഞ ഷാദാദ ഒന്ന് അഭിപ്രായം എന്താ ചെയ്യേണ്ടത്? നന്മകൾ നമുക്ക് നിലനിർത്തണം. ചില ആളുകളൊക്കെ വിളിച്ചിട്ട് പല ആൾക്കാരും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ പറയും, എന്താ അറിയില്ല, ചെയ്യാൻ കഴിയണില്ല, വല്ലാതെ പ്രയാസം പറയാറുണ്ട്. ചെയ്യണ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റണില്ല, അതിനെന്താ ചെയ്യാന്ന്. അപ്പൊ എന്താ ചെയ്യാ? അങ്ങനെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അൽഹംദുലില്ലാഹ്. എല്ലാത്തിനും മഹത്തുള്ള കാര്യം അല്ലേ? അങ്ങനെ നിയ്യത്തോടു കൂടി ചെയ്യുക. എല്ലാ കാര്യങ്ങളും ചെയ്യണൊക്കെ ഒരാൾ ചെയ്യണൊക്കെ നമ്മളൊക്കെ ചെയ്യണൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷെ ചില ആൾക്കാർക്ക് മാത്രം കൂലി കിട്ടും, മറ്റുള്ളവർക്ക് കൂലി കിട്ടില്ല. അപ്പോൾ അവിടെ നിയ്യത്തിനോട് ചെയ്യണം എന്ന് പറഞ്ഞു പറയും. അൽഹംദുലില്ലാഹ്. പിന്നെ ശരിയാ മുത്തോ അവിടെ മുത്തോട്ട് പറഞ്ഞാ ഷംജാസ് ഇവിടെ മുന്നിൽ നിന്ന് സ്വലാത്ത ഇന്ന സ്വലാത്ത തൻഹ
അനിൽ ഫഹ്ശാഇ വൽ മുങ്കരി അല്ലേ? ഇന്ന സ്വലാത്ത് തീർച്ചയായും നിസ്കാരം അള്ളാഹ് നമുക്ക് പഠിപ്പിച്ചതാണ്. ഇന്ന സ്വലാത്ത് തീർച്ചയായും നിസ്കാരം ആയത്താണ്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുങ്കരി. എല്ലാ ഫഹ്ശാകളെ തൊട്ടും എല്ലാ മുൻകരുകളെ തൊട്ടും നീചമായ എല്ലാ കാര്യങ്ങളെ തൊട്ടും എല്ലാ മോശമായ കാര്യങ്ങളെ തൊട്ടും തടയും. ആര് തടയും? നിസ്കാരം തടയും. സ്വഭാവം നന്നാവാൻ എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചാൽ മതി. എല്ലാ നല്ല കാര്യം ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചാൽ മതി. അപ്പൊ നിസ്കാരം ഇപ്പോ എന്താണ് അഫ്ലു പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി? ആത്മാർത്ഥത്തോടെ ചെയ്താൽ മതി. ഇവിടെ എന്താണ് അവിടെ സൈനാമിന് പറഞ്ഞ പോലെ ഭയം വിട്ടുപോയിക്കളി ഇവന്റെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും അത് വലിയ സംഭവമാണ് അല്ലേ? 40 ദിവസം ഒരു കാര്യം ഒരാൾ ചെയ്താൽ പിന്നെ തുടർച്ച ഉണ്ടാവുന്നതാണ്. ഒരു കാര്യം 40 ദിവസം നമ്മൾ എന്ത് ചെയ്യാ? ഒന്ന് കഷ്ടപ്പെടാം. 40 ദിവസം വേണ്ട പോലെ ചെയ്താൽ പിന്നെ 41 ദിവസം ഉണ്ടാവും. അതിനാണ് 40 ദിവസം ഒരു കാര്യം ചെയ്യണം എന്നുള്ളത്. ഒരു കാര്യം 40 ദിവസം നമ്മൾ അത് പൂർണ്ണമായിട്ട് അത് ചെയ്യുമെന്ന് വാശി പിടിച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്താൽ 41ാമത്തെ ദിവസം അത് നമ്മുടെ ശീലമായി മാറും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് നിങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇവന്റെ വൈ നാപ്പിയാണോ അതിന് വേറെ ആരെങ്കിലൊക്കെ എന്ത് ചെയ്യാം? അതിന് ഓഫർ ചെയ്യാം. എന്നിട്ട് നാളെ മുതലാണെന്ന് നോട്ട് ചെയ്യാം അല്ലേ? നാളെ മുതലാണോ എന്നതുകൊണ്ട് നാളാണോ ഒരു 41 ആക്കല്ലേ? 41 ആക്കല്ലേ? ഒറ്റ ഉണ്ടായിക്കോട്ടെ അല്ലേ? അതിന് 41 ദിവസം സുബഹി ജമാഅത്തിന് വന്ന ആളുകൾക്ക് എന്താ ചെയ്യണ്ടേ? അതിന് പറഞ്ഞ പള്ളി വന്ന് നിസ്കരിക്കണം, ജമാഅത്തെ നിസ്കരിക്കണമല്ലോ, നിസ്കരിക്കാനില്ല. ഈ യാത്രയിൽ നമ്മൾ ഇപ്പോൾ ശീലിച്ചൊരു കാര്യം ജമാഅത്തായിട്ട് നിസ്കരിക്കണം. പക്ഷേ ചില ആൾക്കാർ പ്രധാനിച്ച് ഓടിയുണ്ട്. ഓടിയ ആൾക്കാർ പിന്നെയും 2ാം വർഷം നിസ്കരിച്ചില്ല. സുന്നത്തിന്റെ കൂലി കിട്ടും. 2ാം വർഷം നിസ്കരിച്ചാൽ 3ാം വർഷം നിസ്കരിച്ചാലൊക്കെ കൂലി പിന്നെ കിട്ടിക്കൊണ്ടേക്കും. പക്ഷെ നമ്മൾ ശീലിക്കണം, ജമാഅത്ത് ആയിട്ട് തന്നെ നിസ്കരിക്കണം. നിസ്കാരം ജമാഅത്തായിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ അതിനെന്നെ നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടപ്പെടണം. വലിയ തോഫിക്കാണ്. നല്ല അഭിപ്രായം. മദ്രസന്നൂരിൽ വെച്ച് 41 ദിവസം ഇങ്ങനെ സുബഹിയെ ശ്രദ്ധിച്ചിരുന്ന കുട്ടിക്ക് വേണ്ടി ദറസിലൊക്കെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അത് നമുക്ക് ഇവന്റ് പോയി നാവിന്റെ ഭാഗത്തായിട്ട് അങ്ങനെ എന്ത് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പേര് മുപ്പതായിക്കോട്ടെ അല്ലേ? സപ്പോർട്ട് ചെയ്യാം എല്ലാവരും കൂടെ. ഗ്യാങ്ങൾ പറയണ്ട. അപ്പൊ അത് പിന്നീട് ഇൻഷാല്ലാ ചർച്ചയുടെ ആവശ്യങ്ങളൊക്കെ ഒരു സപ്പോർട്ടാണത്. ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഒരാൾ പ്രോത്സാഹിപ്പിക്കാം. കുറച്ച് കനമുള്ളതായിരിക്കണം കേട്ടോ. 41 കഴിഞ്ഞാൽ മജ്ലിസ് അതിന് പിറ്റത്തെ മജ്ലിസിനും ഉണ്ടാവും. അപ്പൊ 41 ദിവസം ആരെങ്കിലും ഉണ്ടാവും ഇത് ഈ നന്മക്ക്. നമുക്കെല്ലാവർക്കും ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു നന്മ അല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അത് ചെയ്താൽ വീണ്ടും അല്ലാഹു ആ നന്മക്കുള്ള പ്രതിഫലം അല്ലാഹു തരും. ഒരു തിന്മ ചെയ്യാൻ ചിന്തിച്ചാൽ എന്ത് ചെയ്യില്ല? റബ്ബ് എഴുതിയേക്കൂല. നമ്മളോടുള്ള ഇഷ്ടത്തിലാന്ന് നോക്കണം നമുക്ക്. റബ്ബിനോട് റബ്ബിന് നമ്മളോടുള്ള ഇഷ്ടം എത്രത്തോളാണ് എന്ന് നമ്മളൊരു തിന്മ ചെയ്യാൻ ചിന്തിച്ചു. ഒരാൾ കള്ളുപിടിക്കാൻ ചിന്തിച്ചു. അങ്ങനെ ഉദാഹരണം തന്നെ പറയാം, കുറച്ച് വലുതായിക്കോട്ടെ. കള്ളുപിടിക്കാൻ തീരുമാനിച്ച് നടക്കാൻ ഒരാൾ അങ്ങനെ ചിന്തിച്ചു. ഇന്നിങ്ങനെ ആ തെറ്റ് ചെയ്യണം അങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് ആ തെറ്റിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നോട് മാറി. റബ്ബിന് ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മാറി. എന്നാൽ നിനക്ക് അല്ലാഹു നന്മ രേഖപ്പെടുത്തി വെച്ചു. ചിന്തിച്ച് തിന്മ ചെയ്യാൻ വേണ്ടി ചിന്തിച്ചു നടന്നു. അവസാനം റബ്ബേ എന്നുള്ള ചിന്ത വന്നപ്പോൾ അത് ചെയ്യാതെ തിരിച്ചു വന്നതിന് പേരിൽ നിനക്ക് എന്താ ഉണ്ടാവുക? നന്മ ചെയ്തതിന്റെ പ്രതിഫലം നൽകും. എന്നാൽ ഒരാൾ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു, നാളെ ഇൻഷാ അല്ലാഹ് സുബഹിക്ക് ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കുമെന്ന് ചിന്തിച്ചു. അങ്ങനെ നെയ്യത്ത് വെച്ചിട്ട് പേര് കിടന്നു. പക്ഷെ പേർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല, അത് വർഷം. പക്ഷെ ആ നെയ്യത്ത് വെക്കലോട് കൂടി ഒരു നന്മ രേഖപ്പെടുത്തി വെച്ചു. ഇനി അത് ചെയ്താലോ ഒരു നന്മക്ക് 10 ഇരട്ടി പ്രതിഫലമാണെന്ന് പറഞ്ഞതുപോലെ പ്രതിഫലം അല്ലാഹു നൽകുകയും ചെയ്യും. അതാണ് റബ്ബിന് നമ്മളോടുള്ള ഇഷ്ടം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഷമീമ അവിടില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോ അങ്ങനെ പറയില്ലേ 41 ദിവസല്ലേ? ഇൻഷാ അല്ലാഹ് വലിയൊരു കാര്യമാണ്. ഈ നമ്മളിന്ന് യാസീൻ ഓതിയിട്ടുണ്ടോ? മാഷാ അല്ലാഹ് എവിടെ നിന്ന് ഓതി? യാസീൻ ഓതിയല്ലോ അല്ലേ? തബാറക്ക് ഓതിയില്ല അല്ലേ? അൽഹംദുലില്ലാഹ്. ഇനി ഓതാനുള്ള ഒരു വാക്യം ഓതിയിട്ടില്ല. ബാക്കിയൊക്കെ നമുക്ക് എന്തെങ്ങനെ സ്വയം അങ്ങനെ എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ സ്വന്തം കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. കൊട്ട വന്നോ? സന്തോഷത്തിന് കുറവന്നോ? ഏത് കുന്നിന്റെ മുകളിൽ നിന്ന് കുറെ നേരം ഇരിക്കായിരുന്നോ? ഇല്ല, നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തു. സാധാരണ എല്ലാവരും പോയാൽ എന്തൊക്കെ ചെയ്യണ്ടോ അതൊക്കെ ചെയ്ത്. പക്ഷെ റബ്ബിന് കോട്ടുണ്ടാണ് കാര്യങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയില്ല.
അല്ലാതെ അങ്ങോട്ട് പോകാതെ എന്തിനൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കുറെ ശ്രദ്ധിച്ചു. പക്ഷെ ചെയ്യണ നന്മകൾ മുഴുവനും ശ്രദ്ധിച്ചു ഇല്ലേ? അപ്പൊ സാധാരണ ചെയ്യുന്ന ആൾ അവർ ചെയ്തതും ഇവർ ചെയ്തൊക്കെ ഒരേപോലെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരു നെയ്യത്ത് വന്നു, ഒരു നിസ്കാരത്തിന് കോട്ടം വരുത്താതെ എല്ലാം ശ്രദ്ധിച്ചു. അപ്പോൾ അള്ളാഹു വലിയ തൗഫീഖ് തന്ന ആളുകളാണ് നമ്മള്. അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് എന്താണ് നമ്മളൊക്കെ അഭിപ്രായപ്പെട്ടതുപോലെ ഒരു കാര്യം പറഞ്ഞ 41 പ്രത്യേക മഹത്വം. 40 ദിവസം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ പിന്നെ ശീലാകുമെന്ന് പറഞ്ഞതുപോലെ. അപ്പം ഒരു കാര്യം നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും കൂടി ഒരു ഓഫർ കൊടുക്കണം എന്ന്. 41 ദിവസവും ശ്രദ്ധിച്ച ഒരാൾക്ക് ഈ വ്യാഴാഴ്ച മജ്‌ലിസിനുണ്ട്, അടുത്ത വ്യാഴാഴ്ച 41 ആവൂലേ? 30 ആളല്ലേ? അല്ലല്ല, എന്നാൽ അത് കഴിഞ്ഞിട്ട് മജ്‌ലിസുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, നല്ലൊരു ഇതൊക്കെ പ്രോത്സാഹനമൊക്കെ സെറ്റാക്കി വെക്കാൻ പറ്റും അല്ലേ? 2 മജ്‌ലിസിന്റെ ഉണ്ട്, 1 അല്ല 2, 3-ാമത്തെ മജ്‌ലിസുണ്ടല്ലേ? ജമാഅത്തായിട്ട് സുബഹി പള്ളി വന്ന് നിസ്കരിച്ചു വയ്ക്കും. ഞാൻ വീട്ടിൽ നിസ്കരിച്ചു പറ്റില്ല, ഞാൻ സുബഹി നിസ്കരിച്ചു അത് പറ്റില്ല. പള്ളി വന്നിട്ട് സുബഹി നിസ്കരിക്കണം, അത് ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ആ നിസ്കരിച്ച ആളുകൾക്ക് അവർ നോട്ട് ചെയ്തിട്ട് അതെന്തിനാ വെച്ച് കഴിഞ്ഞാല് അവർക്കൊരു നന്മയാണ്, നമുക്കും നന്മയാണ്. നമ്മളൊക്കെ അതിനെ ഓരോരുത്തരും ഒരാൾ 39 കഴിഞ്ഞ് കുറഞ്ഞാൽ സമ്മാനം കിട്ടിയിട്ടില്ലെങ്കിലും റബ്ബ് നമ്മളിൽ ഒരു കബൂലിയത്തുണ്ടോ. ഇനി നമുക്ക് ഒരു സംഭവം 40 ദിവസം ഒക്കെ കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് ശീലാക്കാൻ ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ ശൈത്താൻ വല്ലാതെ 40 പൂർത്തിയാക്കിയില്ല. 38 വെച്ചിട്ട് നമുക്ക് നല്ലൊരു പണി വരും. 38-ാമത്തെ ദിവസം അല്ലെങ്കിൽ 35-ാമത്തെ ദിവസം നല്ലൊരു പണിയാന്നിരിക്കും. അത് എങ്ങനെയെങ്കിലും മുടക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വഴി നോക്കും. കാരണം അത് 40 ദിവസം പൂർത്തിയാക്കിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളെ പിടിച്ചാൽ കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അതുകൊണ്ട് 38-ാമത്തെ ദിവസമോ 35-ാമത്തെ ദിവസം എത്തുമ്പോൾ ഒന്നും നല്ലോണം ശ്രദ്ധിക്കാം. ഇത് മുടങ്ങാനുള്ള സമയം അയക്കണമെന്ന് നമ്മൾ ചിന്തിക്കാം. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കാം. എന്നിട്ട് അതെന്ത് ചെയ്യുക, ശീലാക്കുകയും ചെയ്താൽ അൽഹംദുലില്ലാഹ് വലിയ തൗഫീഖാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഹദ്ദാദ് കൊണ്ട് ചെല്ലാണ്ട് അല്ലേ? ഹദ്ദാദ് ചെല്ലണം. اللهم صل على محمد اللهم صل عليه وسلم. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بكلمات الله التامات من شر الرحمن الرحيم. قل أعوذ برب الفلق. ثم إلى درجة أرواح جميع ساداتنا صوفين ما كانوا ولا ترواهم بأن الله درجات أنفنا بعلومه وأسراني وإلكنا حيب في لطف بحر ما فيها الفاتحة. ഹലോ, അസ്സലാമു അലൈക്കും. അനക്കെന്താ വേണ്ടി? സമസ്തി കഴിച്ചാല് PS5 ഇത് ജയിക്കുന്ന ഉറപ്പാ? കാണിക്കട്ടാ, ജമാഅത്തിന് എത്തണം. അവസാനത്തെ പരിപാടി മന്തി കഴിക്കാൻ പോവുകയാണ്. അവസാനത്തെ ഫുഡ് ഇട്ടാ നെഹദി അല്ലട്ടാ, നബവി കുഴിമന്തി. പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നബവി കുഴിമന്തി നമുക്ക് വേണ്ടി ഫുൾ ഫ്രീ ആണ് ഇവിടെ. മുട്ടിച്ചു തരുന്നു സഫാൻ. ശരിയാ, ഇതൊക്കെ അറിയട്ടോ അവൻ്റെ അമ്മ. ആദ്യമായി കാവ എങ്ങനെയുണ്ട്? സൂപ്പർ. ഷുഗർ മയോണൈസ് കിട്ടിയിരിക്കുന്നു. എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? വെറുതെ ഞങ്ങൾ ഇങ്ങനെ ആയതേക്ക് മയച്ച് കുറക്കണണ്ട. പിന്നെന്തിനാ പൊട്ടിയായി? ഇതാണ് റബ്ബ്. ഇതിൽ കുറച്ചുള്ളൂ. ഓണത്തിന് പൂക്കളം ഉണ്ടാക്കി. അടുത്ത ജില്ല തൃശ്ശൂരല്ലേ?
എന്താണിത്? ജിലേബിയാ? ചാവക്കാടല്ല, അട്ടങ്ങ് രണ്ട് ലെഗല്ലേ, അനസ് ഉണ്ടാകുമ്പോ ഇതൊന്നും കിട്ടൂല മക്കളെ. 3 ചെസ്റ്റ് വന്നിട്ടുണ്ട്. അനസിന് ലെഗ് കിട്ടിയതിന്റെ സങ്കടം ഉണ്ട് കേട്ടാ. എല്ലാരും അടി തുടങ്ങി. അനസ് പൊളിയാട്ടാ. സാറല്ലേ അറിയാ നല്ല അടിയല്ലേ? കക്കേരി കട്ടി ഇവിടെ എന്താ നല്ല അടിയല്ലോ. ചോരി പറമ്പേ ഇതോടെ അല്ല ഇതെന്തത്? നിങ്ങൾ തിന്നണിയേ? ആ പെപ്സി കുടിക്കാൻ പാടിയാ. പെപ്സി ഈസ് നോട്ട് ഗുഡ്. സൈനപ്പ് കൂൾ ഡ്രിങ്ക്സ് തന്നെ പാടിയാ. ആ തണുത്തുള്ള പഠിച്ചരാ. പെപ്സി ഒന്ന് കുടിക്കാൻ പാടിയാ. എന്നാലും എല്ലാവർക്കും അറിയണതാണ്, എല്ലാവരും യൂട്യൂബിലൊക്കെ നോക്കി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ പൊതുവെ ഗ്ലോബലായിട്ട് പല കമ്പനീസും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പല കമ്പനീസും നമുക്കറിയണ പല മുട്ടായികളും അതുപോലെ തന്നെ ടെക് കമ്പനീസ് ആയാലും പിന്നെ കൂൾ ഡ്രിങ്ക്സിൻ്റെ കമ്പനീസ് ആയാലും പല രീതിയിലും ഫണ്ട് കൊടുത്തിട്ടും പല രീതിയിലും ഇസ്രായേലിനെ നേരിട്ട് സഹായിക്കുന്ന കമ്പനീസാണ്. അപ്പോൾ അതിൽ ഈ പെപ്സിക്കോ എന്നുള്ള ഈ കമ്പനിയും ഉൾപ്പെടുന്നുണ്ട്. നമ്മളെ ഈ ഫാൻഡ, മെറിൻഡ, 7up, സ്പ്രൈറ്റ്, അതുപോലെ നമ്മൾ കാണുന്ന എല്ലാം ഇല്ല. ഇപ്പോൾ ഇന്ത്യൻ കമ്പനിയാണെന്നുണ്ടെങ്കിൽ പിസ്സ ഒഴികെ ബാക്കിയുള്ള എല്ലാതും ഇതിൽ പെട്ടതാണ് പെപ്സിക്കോൻ്റെ. പിന്നെ ലേസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ കമ്പനീസൊക്കെ ഇസ്രായേലിനെ നേരിട്ടിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ മാത്രമല്ല, നമ്മൾ എന്താ പറയുക, പലസ്തീനിലുള്ള ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളൊരു മനുഷ്യത്വം എന്നുള്ള രീതിയിലും ഈ കമ്പനീസിനെ മൊത്തം ഗ്ലോബലായിട്ട് ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട്. ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിക്കുക. അപ്പോൾ എന്താ പറയുക, മുസ്ലിങ്ങളായവരും അല്ലാത്തവരും ഇതായിട്ട് പല ആൾക്കാരും ഈ കമ്പനി ബഹിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് വാങ്ങണത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ രീതി, ഒരു സമരത്തിൻ്റെ രീതിയാണ്. കാരണം ഇവർക്ക് വലിയ തോതിൽ സെയിൽസ് നിൽക്കുമ്പോൾ, ഈ കാരണം കൊണ്ട് നിൽക്കുമ്പോൾ എന്താ പറയുക, ഈ കാരണം കൊണ്ട് നിൽക്കുമ്പോൾ അവർ ഒന്ന് ശ്രദ്ധിക്കും. എന്നിട്ട് അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യലും നിർത്തലും, അതുകൊണ്ട് അവർക്ക് ഫണ്ട് കുറഞ്ഞിട്ട് വാറ് നിർത്താനൊക്കെ ഉള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഗ്ലോബൽ ബോയ്ക്കോട്ടിൽ പരമാവധി ഒരു മുസ്ലിം എന്നുള്ള നിലക്കും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കും പങ്കുചേരാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് വേറെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല. ഇങ്ങനത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി കിടക്കുക, പോവുക, അല്ലറ ചില്ലറ പരിപാടികൾ മാത്രം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. ചെയ്തെന്ന് അനുഗ്രഹിക്കട്ടെ. ദുനിയാവിനും ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു യാത്രയായിട്ട്, ജീവിതത്തിലെ വലിയ വിജയത്തിൻ്റെ തുടക്കത്തിലുള്ള ഒരു യാത്രയായിട്ട് അല്ലാഹു നമ്മുടെ യാത്രയെ അല്ലാഹു കബൂൽ ചെയ്തെന്ന് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്മകൾക്ക് നേതൃത്വം നൽകാൻ, ഒരുപാട് നന്മകൾ ചെയ്യാൻ അല്ലാഹു നമ്മളെ തിരഞ്ഞെടുത്ത് അല്ലാഹു നന്മയുടെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മളെ സിയാറത്ത് അവസാനിച്ച്. മാഷാ അല്ലാഹ്, അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.